അത് ശരി. സർ മുകളിലേക്ക് വാ. ഇവനെയോ വന്നു സർ. പെട്ടു നീ. ആരോ എന്ന് കരുതി നീ താരയെ പിടിച്ചത് തെറ്റല്ല. പക്ഷെ ഈ നേരത്ത് നീ എന്തിനു മുകളിൽ വന്നു? പോയിന്റ് പിടിച്ചു. മച്ച പറഞ്ഞോട്ടെ. എന്നോട് ചോദിക്കുന്ന എന്തിനാടാ? പറയടാ. മച്ചാനാ പറഞ്ഞു വിട്ടെ. എന്തിന് അങ്ങനെ ചോദിക്ക്? അത് പിന്നെ സാറ് കുടിച്ച് ബാക്കി വെച്ച വൈൻ ബോട്ടിൽ മുകളിൽ ഫ്രിഡ്ജിലുണ്ടാവും. അത് സാററിയാതെ എടുത്തിട്ട് വരാം മച്ചാൻ പറഞ്ഞിട്ടാ വന്നത്. ഞാന് അതിനാ വന്നേ പിടിച്ചു. ഏയ് മണ്ട. മച്ചാ നിങ്ങളെ മടയാനല്ലേ നീ? കുടിക്കുന്നത് തെറ്റല്ല, പക്ഷേ സ്വന്തം കാശ് കൊണ്ട് വാങ്ങി കുടിക്കണം. നിന്നെ അപേക്ഷിച്ച് ഇവൻ ബുദ്ധിശാലിയാ. ഇനി മുതല് അവൻ പറയുന്നത് നീ കേൾക്കണം. പോ. ചുട്ടോടോ? അയ്യോ ഇതുവരെ ഇല്ല. നാളെ ചുടുവോ? തീർച്ചയായും. ചുട്ടാൽ തല എനിക്ക്. അതെ, ജഡ്ജിന്റെ തല ഇയാൾക്ക് എന്തിനാടാ? അയാള് മീനെ പറ്റിയാടാ പറഞ്ഞ മണ്ട. അയ്യോ കൊന്നല്ലോ മഹാപാപികളെ. എടാ അവിടെ അയാളെ കൊന്ന് ഡെഡ് ബോഡി ആക്കിട്ട് ഇവിടെ സ്വന്തം ബോഡി ഡെവലപ്പ് ചെയ്യാ. ബാനർജി വരുന്നമ്മേ, വരുന്നു. മഹാപാപി അവനെ ദാരുണമായി കൊന്നല്ലോ. അയ്യോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അമ്മേ. ദേവി സരസ്വതി, എനിക്കിത് വേണ്ടി യാതൊരു ബന്ധമില്ലേ. എന്നെ ഇനി കുടുക്കല്ലേ. എന്താമേ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇരുന്ന് കരയുന്നേ? അവൻ ഓടുന്നതിന് ഞാൻ എന്തിനാടാ കരയുന്നേ? വേറെ എന്തിനാ? നായടാ. നായ, നന്ദിയുള്ള നായ. ആ നായ അല്ലത്, അവിടെ നോക്ക്. ഈ നായോ? ഈ നായൊന്നും ഇവൻ കൊന്നില്ലല്ലോ. ഞാൻ ടെറസിൽ യോഗ ചെയ്യായിരുന്നു. ഇവനാ പാല് കൊടുത്തേ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ വെട്ടിയിട്ട പോലെ ചത്തു കിടക്കുന്നു. ചത്തതല്ലേ, പാല് പിടിച്ച് ഉറങ്ങുക. കണ്ടില്ലേ ശ്വാസം പിടുത്തേ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ വളരെ നല്ലവനാ. അതൊന്നുമില്ല, രാത്രി മുഴുവൻ കുരച്ചോണ്ടിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് ജിഗിരിദന്ത ദൂത് കൊടുത്താ. അതിനുവോ? ജിഗിരിദന്ത ദൂതോ? അതെന്താ? തൊണ്ടവേദന മാറാൻ കുരുമുളകും ജീരവും കലർന്ന പാല്. വെരി ഗുഡ്, നീ നന്നായി വരും. ഇവൻ ഈ വീട്ടിൽ നിന്നാലും ഇല്ലേലും നീ ഇവിടെ വേണം. അപ്പോഴേ ഈ വീട് സുരക്ഷിതാവൂ. ശരി. എങ്ങനെയൊക്കെയോ മാറ്റർ വർക്കൗട്ട് ആക്കുക. ജഡ്ജിന് മുമ്പ് എന്നെ കൊല്ലുവോ നീ? എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ. അന്ന് എനിക്ക് ജിഗിരിദന്ത തന്നതിനൊരു കാരണമുണ്ട്. ഇന്ന് നായ്ക്ക് എന്തിനാ ജിഗിരിദന്ത കൊടുത്തത്? എന്റെ തോക്കതിനെ വീണ് കിട്ടി, എടുക്കാൻ ചെന്നപ്പോ കുറച്ചു. നിന്നെ പറ്റിച്ച പോലെ അതിനെ പറ്റിച്ചു. തല എനിക്ക്. ആദ്യം നീ ഇവനെ കൊല്ലുക, അവന്റെ തല എനിക്ക് വേണം. വരുന്നു. അതിനോട് തിരിച്ചു വന്നോ? എങ്ങോ പോയി എന്താ ഇങ്ങനെ ഓടി നടക്കുന്ന ഭൂകമ്പം വന്ന മാതിരി? എന്തിനാ തിരിച്ചു വന്നു? ബാക്കി വെക്കാൻ എല്ലാം തിന്നു തീർക്കും. ഫോറിൻ ഗുരു തിരിച്ചു വന്നോ? എന്തിനാ ചിരിച്ചേ? താൻ പാടിയതില് ശ്രുതി ഒന്നും ശരിയല്ല. ശ്രുതിയോ? ആരാ നീ? അവൻ എന്റെ അളിയനാളിയല്ല, അസിസ്റ്റന്റ് അളിയാ. പാചകക്കാരൻ ശ്രുതിയെ പറ്റി പറയുന്നു. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു വാക്ക് പറ. ഇപ്പൊ പറഞ്ഞു വിട്ടേക്കാം. ഇഷ്ടമായില്ല. ഇഷ്ടമായില്ല. അവൻ ചിരിച്ചത് ഇഷ്ടമായില്ല. എന്നതാ ഇത്? ശ്രുതിയെ പറ്റി പറയുന്നോ നീ? മ്യൂസിക്കിനെ പറ്റി എന്നോട് പറയുന്നോ? എന്നാ ഗിത്താർ പിടി, വേഗം പാട്ട് പാടും നോക്കട്ടെ. നീ ലിസ്റ്റിനകത്ത് പെടും കേട്ടോ. ലിസ്റ്റിനെ കുറിച്ച് എനിക്ക് പേടിയില്ല. ഇപ്പൊ ഇവൻ പാടിയില്ലെങ്കിൽ ജഡ്ജിനോട് പറഞ്ഞ് ഗെറ്റ് ഔട്ട് ലിസ്റ്റിൽ ചേർക്കും. നിനക്ക് വരാനുള്ള വഴി തന്നെ. അതല്ല, നിന്നെ ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, ഇവനോട് പാടാൻ പറ. ഇല്ലെങ്കിൽ ഇവൻ ഗെറ്റ്. എന്ത് സ്റ്റൈലായിട്ടിരുന്ന കാഴ്ച കാണുന്ന നോക്ക്. കൂടെ നിന്ന് പെട്ടെന്ന് ഒരു കല്ലെടുത്ത് കെട്ടുന്നതിന് എന്തിനാ ചോദിക്കുന്നേ? അത് കേട്ടോ? അതെങ്ങനെയാണോ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നേ? ശരി, കല്ലെന്തിനാ കെട്ടുന്നത് അത് പറ. വെള്ളത്തിൽ ചാടിയതിനു ശേഷം മനസ്സ് മാറി നീന്തിക്കേറി രക്ഷപ്പെടാൻ പാടില്ല, അതിനുവേണ്ടി കല്ല് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ LKG പിള്ളേരൊക്കെ അറിയാം. നീ ഒരു കൊലയാളിയല്ലേ, ഞാൻ ചാകുന്നതിന് വിഷമിക്കില്ലല്ലോ. ആരാ മലയാളം സംസാരിച്ചത്? ഞാനാ. നിങ്ങൾ മലയാളിയാ? അതെ. നിങ്ങൾക്ക് 100 ആയുസ്. ഓടാ, 100 ആയതാണെങ്കിൽ ഞാനെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ശരി, ഇപ്പൊ നിനക്കെന്താ വേണ്ടേ? എനിക്ക് ഹൗറ ബ്രിഡ്ജ് എവിടെയാണെന്ന് അറിയണം സാർ. നമ്മൾ തുടങ്ങിയ പോലെ തുടങ്ങുന്നല്ലോ. ആട്ടെ, അതെന്തിനാ അറിയുന്നത്? എന്റെ അളിയൻ അവിടെ വരാൻ പറഞ്ഞതുകൊണ്ടാ. ഞാൻ നിന്നെ കൊല്ലണമെങ്കിൽ വേഗം പൊക്കോ. നല്ല ചൂടിലാണല്ലോ, ഒരു ചായ കുടിക്കാം. അയ്യോ, ഇതും അങ്ങനെ തന്നെ. എടോ, എനിക്ക് ചായ കുടിക്കുന്ന പതിവില്ല. ഒന്ന് പോ. അതെ, ആ ജിഗിർദന്ത ദൂത് ഓരോന്ന് പറഞ്ഞില്ല.
എന്തിനാ കയറഴിക്കുന്നത്? പേടിച്ചിട്ടാവൻ. ഇതൊന്ന് വെച്ച് നിന്നെ കരയിക്കും ഞാൻ. അഴിക്കല്ലടാ, നോക്ക് നോക്ക്. നീ അത് അഴിച്ചാലും എന്റെ മനസ്സ് മാറില്ല. സൂയിസൈഡ് ചെയ്തിരിക്കും ഞാൻ. എന്തിനാ ഇത്ര ധൃതി? ഇങ്ങനെ ഇഞ്ചിഞ്ചായി ചാകുന്നതിന് ഒറ്റയടിക്ക് ചാവുന്നതാണ്. കൂൾ ഡൗൺ. എന്നെ ആ കൂളുണ്ട്. ആട്ടെ, ആ പെണ്ണിനോട് മാധവൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ണുനീക്കി കാണിച്ചില്ല. അതെന്താ അതിന്റെ ഞാൻ മാധവൻ അല്ല എന്നർത്ഥം. പിന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് പയ്യന്റെ ഫോട്ടോ കാണിച്ച് മാധവൻ എന്ന് പറഞ്ഞു നീ? അതാ വല്യമ്മ ഫോട്ടോയും പിടിച്ച് വാവിട്ട് കരഞ്ഞില്ലേ എന്ന്. ഞാൻ എന്തിനാന്ന് ചോദിച്ചു. ഓടിപ്പോയ കുഞ്ഞുമാധവനെ ഓർത്ത് കരയുവാണെന്ന് പറഞ്ഞ് ആ പയ്യനെ കാട്ടി. ശരി. അപ്പോഴുണ്ട് ജഡ്ജി അകത്ത് വന്നു. ആ ഫോട്ടോ മേടിച്ച് എന്റെ തന്നിട്ട് കൊണ്ട് ഒളിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയത് ടെറസിൽ കൊണ്ട് ഒളിച്ചു വെച്ചു. ശരി. ആ താരയെ തള്ളിയിട്ട് കൊല്ലാൻ പോയപ്പോ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു നോക്കിയല്ലോ. ആ ഫോട്ടോ അവളെ കാണിച്ച് ഞാനാണ് മാധവൻ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. മുരുകാ മുരുകാ എന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി ആ ജഡ്ജിയെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? ഇതുവരെ കൊന്നത് ശരി വിട്, ഇന്ന് കൊല്ലാം. സത്യവാ? സത്യം. പ്രോമിസ്? രണ്ടും ഒന്നട കഴുതേ. നീ അവനെ കൊന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലൂടാ. ശരി, നിന്റെ ഇഷ്ടം. അതെ, അയാളെ എന്തിനു ഞാൻ കൊല്ലണം? അയാൾ എന്റെ കൂടെ സഞ്ചരിച്ച് എന്റെ തലച്ചോറിന്റെ ഫ്രണ്ട് ആയല്ലോ. എടാ, ഒരു തമാശ പറഞ്ഞതാ, പുറത്താരോടും പറയല്ലേ. ചേച്ചാ ഞാൻ പറയില്ല, പക്ഷെ മുഴുവൻ റെക്കോർഡായല്ലോ. എവിടെ? ദോ അവിടെ. എന്താടാ മനുഷ്യ നിൽക്കുന്ന പോലെ നിൽക്കുന്നേ? അതിന്റെ ചുഹിങ്കത്തിന്റെ ബാലൻസിൽ നിൽക്കുക. നീ ഓരോ കാര്യവും ഒരു ലക്ഷ്യത്തോടെ ചെയ്തത്. ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ? ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുവല്ലേ. കെട്ടുന്നോ? അപ്പൊ ഇത്ര നേരം നീ കെട്ടടിക്കുമല്ലായിരുന്നു? എന്തിനഴിക്കണം? കയർ ലൂസായി നീ നീന്തിക്കറി രക്ഷപ്പെട്ടു വന്നാലോ, അതുകൊണ്ട് ടൈറ്റ് ചെയ്യുമായിരുന്നു. നിക്കടാ, നിനക്ക് മനസാക്ഷി ഉണ്ടോടാ? പറയടാ, എന്താ എന്റെ കാലം തട്ടുന്നേ? ഇതെപ്പോഴാണ് ചെയ്തത്? കല്ല് കെട്ടിയപ്പോ കാലും കെട്ടിയല്ലോ. വേഗം. ആടിയ ഒരിക്കലും രക്ഷപ്പെടില്ലല്ലോ. ആളെ കാണുന്നില്ലല്ലോ. എന്ത് ചെയ്യുവാ? വേണ്ട, നാട് നടക്കാൻ. അയ്യോ, മടിയാവൂ. അയ്യപ്പാ, ഒത്തിരി താഴ്ചയുണ്ട്. അയ്യോ, രക്ഷിക്കടാ. അയ്യോ, രക്ഷിക്കടാ. പോടാ. അയ്യോ, അയ്യോ, ആത്മഹത്യ ചെയ്യാൻ മോദിയാ വെറുതെ പറഞ്ഞതാണേ. പൈസ വരൂ വന്ന് നോക്കൂ. വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഒരാൾ തലയിലായി കിടക്കുന്നു. മായവല്ല മന്ത്രമല്ല. വരൂ, കാശ് തരൂ. നോക്കി പടി. അല്ല മോളെ, തെന്നി വീണതാ. കാശ് ഒരുപാട് കിട്ടിയോ? ഇവർക്ക് അങ്ങനെ അറിയാം. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല മച്ചാ, ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തത് കാണിച്ച് അവർക്ക് ചിരിക്കാലോ. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പോയി അവരോട് വാങ്ങിക്കരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാവടാ. മുരുകനാണ് സത്യം. രണ്ടു മുരുകന്മാരാണേലും സത്യമാ. അയ്യോ, അത് കാണല്ലേ, എന്റെ മച്ചാ കുളിക്കുമ്പോ എടുത്തതാ. അയ്യോ, അത് തുണിയിലായിരുന്നേ. ഇങ്ങിത്താ, ഞാൻ കാണട്ടെ. ആണുങ്ങൾ കുളിക്കുന്ന കണ്ടിട്ടില്ലേ? ആണുങ്ങൾ വിളിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ നീ വിളിക്കുന്ന ഇതിനകത്ത് കാണുന്നത്. അങ്ങോട്ട് പോയാൽ ലൈവായിട്ട് കാണിച്ചു തരാം. ഓഹോ, വേണ്ട, പിന്നെ എനിക്ക് ഉറക്കം വരില്ല, മ്യൂസിക്കും വരില്ല. അതെ, നീ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇളയരാജ ആകുകയല്ലേ. പോടാ.